പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ BNC ബ്ലോക്കിന്റെ അവസ്ഥയാണിത്. കെട്ടിടം നിർമ്മിച്ച് 13ാം വർഷം ബലക്ഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന കണ്ടെത്തൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി. പിന്നെയും 4 വർഷം കടന്നുപോയി. ഇതേ കെട്ടിടത്തിൽ ഈ നിമിഷവും രോഗികളെ ചികിത്സിക്കുന്നു. BNC ബ്ലോക്ക് മാത്രമല്ല, മറ്റ് കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെട്ടിടത്തിന് ഊന്നുകൊടുത്ത് പ്രതിഷേധിച്ചു. മുഴുവൻ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്വന്തം മണ്ഡലത്തിലെ ഒരു ഏറ്റവും വലിയ ജനറൽ ആശുപത്രി താറുമാറായി നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചു എന്ന് പറയുന്ന ആ ഫണ്ട് എവിടെ? ആ ഫണ്ട് എന്തുകൊണ്ട് ഇവിടെ അത് വിനിയോഗിക്കുന്നില്ല? അറ്റകുറ്റപ്പണി ഉടൻ നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ജൂലൈ 21-ന് അറ്റകുറ്റപ്പണിക്കായി ഏജൻസിക്ക് കെട്ടിടം കൈമാറും. അറ്റകുറ്റപ്പണി ഇത്രയും നാൾ എന്തുകൊണ്ട് വൈകി? ഉയരുന്ന ചോദ്യം ഇതാണ്. എന്റെ പുറകിൽ കാണുന്ന ഈ BNC കെട്ടിടം അത് ബലക്ഷയമാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ബഹുമാന്യപ്പെട്ട മന്ത്രി കഴിഞ്ഞ മാസം 2-ാം തീയതി വന്ന് ഇതിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരിഹരിക്കുകയും ഉടൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഉടൻ തന്നെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ട് ഈ ഗുരുതരാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. അറ്റകുറ്റപ്പണി ഘട്ടം ഘട്ടമായി നടത്താനാണ് തീരുമാനം. അറ്റകുറ്റപ്പണി നടത്തുന്ന ഭാഗത്തെ രോഗികളെ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലെ മറ്റേതെങ്കിലും കെട്ടിടത്തിലേക്ക് മാറ്റും. ശസ്ത്രക്രിയകൾ കോന്നി മെഡിക്കൽ കോളേജിൽ നടത്താനും ലക്ഷ്യമിടുന്നു. എന്നാൽ ഇതിനുള്ള ഉത്തരവ് ആരോഗ്യവകുപ്പ് ഇതുവരെ ഇറക്കിയിട്ടില്ല. HMC യോഗത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ സ്ഥിരം ബഹളമുണ്ടാക്കുന്നു. ഇക്കാരണത്താൽ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനം HMCക്ക് എടുക്കാൻ കഴിയുന്നില്ല. HMC തീരുമാനമെടുത്തെങ്കിലേ ആരോഗ്യവകുപ്പിന് ഉത്തരവിറക്കാൻ കഴിയൂ. ഈ വിശദീകരണമാണ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ് കുമാർ നൽകുന്നത്. HMC തീരുമാനം വൈകിപ്പിച്ചു. HMC കൂടാൻ സമ്മതിക്കത്തില്ല. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അവർ സമരം ചെയ്തു. HMC റൂമിൽ സമരം ചെയ്തു. HMC തീരുമാനം വൈകിയതുകൊണ്ടാണ് താമസം. ബലക്ഷയമുള്ള കെട്ടിടത്തിലെ പ്രവർത്തനം അത്യാഹിതം ക്ഷണിച്ചു വരുത്തുമെന്നും ശസ്ത്രക്രിയ ഉൾപ്പെടെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം നേരത്തെ ആകാമായിരുന്നില്ല എന്നാണ് ഉയർന്നിട്ടുള്ള വിമർശനം. കെട്ടിടത്തിന് ബലക്ഷയമെന്ന റിപ്പോർട്ട് കിട്ടി എന്തിന് 4 വർഷം കാത്തിരുന്നു? റിപ്പോർട്ടർ, പത്തനംതിട്ട.